ഒരു മനുഷ്യന് ഹാപ്പി ആയിരിക്കുക എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഹാപ്പി ആവുക എന്ന് പറയുന്നത് നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്, അല്ലേ? നമ്മുടെ ലൈഫിൽ നമുക്ക് എത്ര സന്തോഷം ഉണ്ടെങ്കിലും നമ്മുടെ മൈൻഡ് ചിലപ്പോഴൊക്കെ നമ്മളെ സങ്കടങ്ങളിലേക്ക് ഇങ്ങനെ ഒഴുകി പോകാറുണ്ട്, അല്ലേ? ഞാൻ പണ്ട് ഇങ്ങനെ ആയിരുന്നല്ലോ, ഞാൻ അങ്ങനെ അനുഭവിച്ചല്ലോ, എനിക്കിന്നേ നഷ്ടപ്പെട്ടല്ലോ, എനിക്കിന്നത് പഠിക്കാൻ പറ്റിയില്ലല്ലോ, അല്ലെങ്കിൽ ഞാൻ മറ്റുള്ളവരെ പോലെ ഇങ്ങനെ ആയില്ലല്ലോ. അങ്ങനെയുള്ള ഒരു ചിന്താഗതിയാണ് പലപ്പോഴും നമ്മളെ ഹാപ്പിയിൽ നിന്ന് അൺഹാപ്പിയിലേക്ക് എത്തിക്കുന്നത്, അല്ലേ? അപ്പോൾ നമ്മൾ ഹാപ്പി ആവുക എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൻ്റെ ഒരു തോന്നലും മൈൻഡിലൂടെ നമ്മൾ കൊണ്ടുവരേണ്ട ചില പ്രാധാന്യം തന്നെയാണ്. അതായത് നമ്മൾ ഹാപ്പി ആവുന്നത് നമ്മൾ ചിന്തിക്കണം, നമുക്ക് പഠിച്ചവൻ എന്തൊക്കെ തന്നിട്ടുണ്ട്, നമുക്ക് ദൈവം എന്തൊക്കെ തന്നിട്ടുണ്ട്, നമുക്ക് കണ്ണുണ്ട്, മൂക്കുണ്ട്, ഇതെല്ലാം പ്രവർത്തിക്കുന്നുണ്ട്, ഇതെല്ലാം കൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് നമുക്ക് പറ്റാത്ത കാര്യമാണ്. അതായത് നമുക്ക് പറ്റാത്തതെന്നല്ല, നമുക്ക് ജീവിതത്തിൽ പല നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവും, അല്ലേ? ജീവിതത്തിൽ നഷ്ടങ്ങൾ സംഭവിക്കാത്ത ഒരാളും ഉണ്ടാവില്ല ദുനിയാവിൽ. അപ്പോൾ ആ നഷ്ടങ്ങൾ മാത്രം ഓർത്തുകൊണ്ട് എനിക്കിന്നേ നഷ്ടപ്പെട്ടു, എനിക്കിന്നേത് കിട്ടിയില്ല, അല്ലെങ്കിൽ എനിക്ക് ഇന്നേതാവാൻ പറ്റിയില്ല എന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ മൈൻഡ് ഓട്ടോമാറ്റിക്കലി ഡൗൺ ആയിക്കൊണ്ടേയിരിക്കും. നമുക്കൊന്നും പിന്നെ ചെയ്യാൻ പറ്റില്ല. നമ്മൾ ചിന്തിക്കണം, ഓരോരുത്തർക്കും ദൈവം ഓരോ കഴിവുകൾ തന്നിട്ടുള്ളത്, അല്ലേ? നമ്മളെല്ലാവരും എൻജിനീയറും ഡോക്ടറും കളക്ടറും ഒക്കെ ആയിക്കഴിഞ്ഞാൽ ഈ ഒരു ലോകത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും? അപ്പം നമ്മൾ ചിന്തിക്കണം, നമുക്ക് പഠിച്ചോനെ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയായിരിക്കും ഈ ലോകത്ത് നമ്മൾ സൃഷ്ടിച്ചിട്ടുണ്ടാവും. ആ കാര്യം ചെയ്യാൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. മറ്റു കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ ഡൗൺ ആയി പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അങ്ങനെയൊന്നും നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അപ്പം നമ്മൾ ചിന്തിക്കണം, നമുക്കതായിരിക്കില്ല വിധിച്ചിട്ടുണ്ടാവുക. നമ്മൾക്ക് വിധിച്ചിട്ടുണ്ടായത് എന്താണോ അതിലാണ് നമ്മൾ വിജയം ഉണ്ടാവുക. പക്ഷേ ആ കഴിവ് നമ്മൾ കണ്ടെത്തി നമ്മൾ അതിൻ്റെ രീതിയിൽ പ്രവർത്തിച്ചാൽ ഉറപ്പായും നമ്മുടെ ലൈഫ് നല്ല സന്തോഷത്തിലായിരിക്കും. പിന്നെയെന്ന് പറയുമ്പോൾ നമ്മളെല്ലാ കാര്യങ്ങളും ഓരോ മനുഷ്യൻ്റെ ഈ തലച്ചോറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നമ്മൾ ഹാപ്പി എന്ന് പറയുന്നത്, നമ്മൾ ഹാപ്പി ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ ചില പ്രവർത്തനങ്ങൾ കൂടുതൽ ബാധകമാണ്. അതായത് രാവിലെ എണീക്കുക, അതുപോലെ എക്സസൈസ് ചെയ്യുക, അതുപോലെ നമ്മൾ ഇടയ്ക്കൊക്കെ ഒരു യാത്ര പോകുക. ഇതൊക്കെ നമ്മളെ മൈൻഡിന് എന്താകും, ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാക്കും. ഈ പോസിറ്റീവ് എനർജി ഉണ്ടാക്കുമ്പോൾ മാത്രമേ നമുക്ക് എന്തുണ്ടാവുള്ളൂ, പോസിറ്റീവ് ചിന്താഗതികൾ നമുക്ക് വരുള്ളൂ. അല്ലാത്ത പക്ഷം നമ്മളെപ്പോഴും ഇങ്ങനെ നെഗറ്റീവ് ആയിക്കൊണ്ടേയിരിക്കും. നമ്മുടെ പാസ്റ്റ് കാര്യങ്ങൾ, അതായത് കഴിഞ്ഞു പോയ കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ഒരിക്കലും ഹാപ്പി ആവില്ല. കാരണം നമ്മൾ സന്തോഷമായ നിമിഷങ്ങളെക്കാൾ കൂടുതൽ ചിന്തിക്കുന്നത് നമ്മുടെ മനസ്സിൽ ഡൗൺ ആക്കിക്കൊണ്ടിരിക്കുന്നത് പല സങ്കടങ്ങളും മൂമെൻറ്റ്സ്, നഷ്ടപ്പെട്ട കാര്യങ്ങൾ, ഇത് ചിന്തിക്കുമ്പോഴാണ്. അപ്പോൾ നമ്മൾ പാസ്റ്റ് വിട്ട് കളയാം. പാസ്റ്റ് വിട്ടിട്ട് പ്രസൻറ്റ്, അതായത് നമ്മളിപ്പം നിൽക്കുന്ന കാര്യം ഫ്യൂച്ചർ ലൈഫിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പ്രസൻറ്റ് നമ്മൾ നന്നാക്കി കൊണ്ടുവരിക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതായത് നമ്മൾ റൂട്ടീൻ മാറ്റുക, എല്ലാ കാര്യങ്ങളിലും നമ്മൾ നല്ല പോസിറ്റീവായി ചിന്തിക്കണം. നമ്മൾ ചിന്തിക്കണം, നമുക്ക് കണ്ണ് കാണാൻ പറ്റുന്നുണ്ട്, അല്ലേ? ഈ കണ്ണ് കാണാൻ പറ്റാത്തവരുടെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത് കണ്ണ് കാണുക എന്നുള്ളതാണ്, അല്ലേ? കണ്ണ് കാണാൻ പറ്റാത്തൊരവസ്ഥ എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റും. ഈ ലോകം നമ്മൾ കാണുന്നത് വലിയൊരു അനുഗ്രഹമല്ലേ? ഇത് കാണാൻ പറ്റാത്ത എത്ര ആൾക്കാരുണ്ട് ഈ ലോകത്ത്. നമ്മൾ ചിന്തിച്ച് നോക്കുക, അവരുടെ ഏറ്റവും വലിയ സ്വപ്നമാണ് നമ്മുടെ ഈ ഒരു അനുഗ്രഹം. അതായത് നമ്മളെപ്പോലെ ആവാമെന്നതാണ് അവരുടെ ഏറ്റവും വലിയ സ്വപ്നം. അപ്പോൾ ആ വലിയ കാര്യങ്ങളിൽ നമുക്ക് എല്ലാ അനുഗ്രഹവും കിട്ടിയിട്ടും നമ്മൾ കിട്ടാത്തതിനെ പറ്റി ചിന്തിച്ച് വിഷമിക്കുന്ന സമയം കൊണ്ട് നമുക്ക് പഠിച്ചവൻ എന്തൊക്കെ തന്നു? നമുക്കറിയാം നമ്മളിവിടെയുള്ള ഒരു അതിഥികൾ മാത്രമാണ്. ഈ അതിഥികളായി നമുക്ക് എല്ലാം ഇവിടുന്ന് വെട്ടിപ്പിടിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല. നമ്മൾ എന്നെങ്കിലും ഒരിക്കൽ ഇവിടുന്ന് പോകണം. അപ്പോൾ ഉള്ള കാലത്ത് നമ്മൾ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാൻ ശ്രമിക്കുക. അപ്പോൾ മാത്രമേ നമ്മുടെ ലൈഫിൽ എന്തുണ്ടാവുള്ളൂ, ഹാപ്പിനെസ് ഉണ്ടാവുള്ളൂ. ഹാപ്പിനെസ് കൊണ്ടുവരാൻ പറ്റുള്ളൂ. നമ്മൾ ചെറിയ മക്കളെ കണ്ടിട്ടല്ലേ, അവരൊന്നും ചിന്തിക്കുന്നില്ല. അവർ പാസ്റ്റ് അല്ലെങ്കിൽ ഫ്യൂച്ചർ ഒന്നും അവർ ചിന്തിക്കില്ല. അവർ പ്രസൻസിൽ മാത്രം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഹാപ്പിനെസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അതുപോലെ നമ്മളും ആവാം. നമുക്കറിയാം ഈ ലോകത്ത് ഒന്നും നമുക്ക് വെട്ടിപ്പിടിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല. എല്ലാം നഷ്ടപ്പെടണം. എല്ലാം നഷ്ടപ്പെടാനുള്ളത് മാത്രമാണ്. ആ നഷ്ടപ്പെടൽ നമുക്ക് ജീവിതത്തിൽ ഉണ്ടാവും എന്നത് ഉറപ്പ് നമുക്കുള്ളത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ആ നഷ്ടപ്പാടിനെക്കുറിച്ച് ചിന്തിച്ച് നമ്മുടെ മനസ്സിനെ വേദനിപ്പിച്ച് ഉള്ളത് കൂടി നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല. ജീവിതത്തെ നമ്മൾ എന്താക്കുക, നല്ല രീതിയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. അതാണ് നമുക്ക് പറ്റുന്ന ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞാൽ, രാവിലെ എണീച്ച് ഒന്ന് നടക്കാൻ പോകുമ്പോൾ, അല്ലെങ്കിൽ വെറുതെ ഒന്ന് എക്സസൈസ് ഇടുമ്പോൾ, അല്ലെങ്കിൽ ഒന്ന് മ്യൂസിക് കേൾക്കുമ്പോൾ നമ്മുടെ മൈൻഡ് കുറച്ചും കൂടി റിഫ്രഷ് ആവും, അല്ലേ? ചിലപ്പോൾ ആ ദിവസം നമുക്കൊന്നും കൂടി ഒരു ഹാപ്പി കിട്ടും, നമ്മുടെ മനസ്സിൻ്റെ ഒരു ഹാപ്പി. നേരെ മറിച്ച് നമ്മൾ എന്നത്തെയും പോലെ നിന്ന് എന്നും ഒരേ പണിയെടുക്കുന്ന ആൾക്കാർക്ക് മനസ്സിനൊരു വിഷമവും കാര്യമൊക്കെ ഉണ്ടാകുന്നതുകൊണ്ടാണ് നമ്മൾ ഇടയ്ക്കൊന്ന് ട്രിപ്പ് പോകണമെന്ന് പറഞ്ഞാൽ. ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ദൂരം പോകാനൊന്നുമല്ല, ജസ്റ്റ് നമ്മുടെ കടയിലോ അല്ലെങ്കിൽ ഒന്ന് നമ്മുടെ കുറച്ച് ദൂരം, 1 കിലോമീറ്റർ ദൂരെ പോയിട്ടൊരു ചായ കുടിച്ചാൽ തന്നെ നമ്മുടെ മനസ്സ് നല്ല റീഫ്രഷ് ആകും. അത്രയും ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡ് അങ്ങ് റീഫ്രഷ് ആയിക്കോളും.
ഒരുപാട് രോഗികളുണ്ട് നമ്മുടെ ലോകത്ത് അല്ലേ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടി ജീവിതത്തോട് മല്ലടിച്ച് കൊണ്ട് ജീവിക്കുന്നവരുണ്ട്. അവരെ നമ്മളൊന്ന് കാണാൻ പോയി നോക്കും. അപ്പം നമുക്ക് മനസ്സിലാവും നമ്മളൊക്കെ എത്ര അനുഗ്രഹമുള്ളവരാണെന്ന്, നമ്മൾ എത്രത്തോളം ഭാഗ്യം ചെയ്തവരാണെന്ന്. അത്തരം ഭാഗ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടും നമ്മളത് മനസ്സിലാക്കാതെ പോകരുത്. ലൈഫ് ഈസ് ഓട്ടോമാറ്റിക്കലി നമ്മൾ മനസ്സിലാക്കണം നമ്മൾക്ക് എത്രത്തോളം അനുഗ്രഹം പടച്ചോൻ തന്നിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങൾക്ക് നമ്മൾ നന്ദി പറയുമോ, പടച്ചോനോട് എന്നും അടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, മനസ്സിന് നല്ലൊരു ആശ്വാസം കിട്ടും. ആ ആശ്വാസത്തിലൂടെ നമുക്ക് പോസിറ്റീവ് ചിന്താഗതികൾ വരുത്താൻ പറ്റും. നമ്മളാണ് ഇപ്പം നമ്മൾ ജീവിക്കുന്നത്. എത്രയൊക്കെ ആണെങ്കിലും ഒരു മനുഷ്യനും എല്ലാ സന്തോഷം എല്ലാ നേരവും സന്തോഷം ഇങ്ങനെ പൊടിഞ്ഞു വരത്തില്ല. അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അതുകൊണ്ടാണ് ചിലരെ പറ്റി നമ്മൾ പറയില്ല അവരെന്ത് ഹാപ്പിയാണ്. ചിലപ്പോൾ അവർ നമ്മളെക്കാളും ദുഃഖിക്കുന്നവരായിരിക്കും, പക്ഷെ അവരത് മൈൻഡിന് കൊടുക്കുന്നില്ല. അതെല്ലാം വിട്ട് കളഞ്ഞ് ഹാപ്പിനെസ് മാത്രം കൊണ്ടുവരാൻ ശ്രമിക്കുന്നവരായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മൈൻഡിനെ നമ്മൾ തന്നെ ഹാപ്പിനെസ് ആക്കി കൊണ്ടുവരിക. നമ്മുടെ മൈൻഡിനെ നമ്മൾ തന്നെ ഹാപ്പിനെസ് ആയി കൊണ്ടുവരിക. ഓക്കെ, അത് നമുക്ക് എന്നും നല്ലത് വരുത്തും. അതായത് നമ്മൾ ബെഡിൽ തന്നെ കിടന്ന് 1നും 2നും ബെഡിൽ തന്നെ പോകുന്ന അവസ്ഥ നമ്മൾ കണ്ടിട്ടുണ്ട് ചില ആൾക്കാർക്കൊക്കെ അല്ലേ. അതായത് മലമൂത്ര വിസർജനം ബെഡിൽ തന്നെ ചെയ്തുകൊണ്ട് കാലാകാലം കഴിച്ചു കൂട്ടുന്ന ഒത്തിരി പേരുണ്ട് ഈ ലോകത്ത്. അവരുടെ അടുത്ത് നമ്മൾ ചെന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ഒന്ന് എഴുന്നേറ്റ് നടക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, ഒന്ന് എഴുന്നേറ്റ് നടന്നുകൊണ്ട് ഇത് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ. അപ്പോൾ അവരുടെ ഏറ്റവും വലിയ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ അതിനെല്ലാം നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ, നമുക്ക് എഴുന്നേറ്റ് നടക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, ഒരു ബെഡിൽ നിന്ന് എണീക്കാൻ നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ ഹാപ്പിയാണ്, നമ്മൾ സന്തോഷവാനാണ്. നമ്മൾ മറ്റുള്ളവരുടെ ആഗ്രഹങ്ങൾ, അതായത് ഈ ലോകത്ത് എത്രയോ പേരുടെ വലിയ സ്വപ്നമാണ് നമ്മുടെ ജീവിതം എന്ന് നമ്മൾ ചിന്തിക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ തുടക്കക്കാരിയാണ്, വീഡിയോ തുടങ്ങിയിട്ടേ ഉള്ളൂ. സബ്സ്ക്രൈബേഴ്സ് കൂടിയാൽ മാത്രമേ വീഡിയോ മുന്നോട്ട് പോവുള്ളൂ. നല്ല വീഡിയോസുകൾ, അതായത് ആൾക്കാർക്ക് ഹെൽപ്ഫുള്ളാകുന്ന വീഡിയോസുകളിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകണമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. അതായത് പണം കൊണ്ട് നേടിയെടുക്കാവുന്ന ഒന്നല്ല ഹാപ്പിനെസ്. പണം എത്ര ഉണ്ടെങ്കിലും നമ്മൾ ഹാപ്പി ആവുന്നില്ല. പണം കൊണ്ട് നേടിയെടുക്കാവുന്ന ഒന്നായിരുന്നു ഹാപ്പിനെസ് എങ്കിൽ ഇന്നത്തെ കാലത്ത് നമ്മൾ കാണുന്നുണ്ടാവും പണക്കാരിയായ വീട്ടിലായിരിക്കും കൂടുതൽ ആത്മഹത്യ ഉണ്ടാവുന്നത്. എന്തുകൊണ്ടത്? അത് പണം കൊണ്ട് നേടിയെടുക്കാവുന്ന ഒന്നല്ല എന്ന് നമുക്കന്ന് തന്നെ മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ ഹാപ്പി ആയിരിക്കുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ തുടക്കമുള്ള വീഡിയോ ആണ്, തെറ്റുകുറ്റങ്ങളുണ്ടാവും, പൊറുക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. കുറച്ച് ബുദ്ധിമുട്ടുള്ള ആളാണ് ഞാൻ. ഉപകാരപ്രദമായ വീഡിയോസ് മാത്രമേ ചെയ്യുള്ളൂ. എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം. ഇനിയും വീഡിയോസുകളുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവർക്കും ഹെൽപ്പുള്ള വീഡിയോസ് ആയിരിക്കും ഞാൻ ഇടാൻ പോകുന്നത്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.